വലിയ മുറിവുകളോ നീണ്ട ആശുപത്രിവാസമോ ഇല്ലാതെ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞാലോ? അതാണ് റിസം തെറാപ്പി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആലുവ രാജഗിരി ആശുപത്രിയിലെ യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ സന്ദീപ് ആർ നാഥാണ്. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഹായ് ഡോക്ടർ. റിസം തെറാപ്പി പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു പുതിയ രീതിയാണല്ലോ. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്താണ് റിസം തെറാപ്പി? പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം മൂലം പുരുഷന്മാരിൽ കാണുന്ന ബുദ്ധിമുട്ടാണ് മൂത്രാടസം, കൂടെ മൂത്രം പോകുന്നു, രാത്രി ഒരു പ്രാവശ്യം എഴുന്നേൽക്കുന്നു മൂത്രമൊഴിക്കാനായിട്ടൊക്കെയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ റെസും വാട്ടർ വേപ്പർ തെറാപ്പി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് കെമിക്കൽസ് ഒന്നുമില്ല. വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു പ്രത്യേക ഡിവൈസ് ത്രൂ നമ്മൾ പ്രോസ്റ്റേറ്റിനകത്തോട്ട് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റീം പ്രോസ്റ്റേറ്റിനകത്ത് പോകുമ്പം ഒരു പ്രത്യേക റിയാക്ഷൻ ഉണ്ടായിട്ട് ഈ പ്രോസ്റ്റേറ്റ് അങ്ങോട്ട് ചുരുങ്ങുകയാണ്. പ്രോസ്റ്റേറ്റ് ചുരുങ്ങുമ്പം അത് കാരണമുള്ള മൂത്രാടസവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി ബുദ്ധിമുട്ടുകൾക്കും ഒരു കുറവ് വരികയും ഇത് കാരണം നമുക്ക് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാനും ഒരു ചാൻസ് ഉണ്ട്. ഇത് US ഡെവലപ്പായ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ഫലപ്രദമായിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റാണ് റെസും വാട്ടർ വേപ്പർ തെറാപ്പി. ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് ഇത്, ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. റിസം തെറാപ്പി എന്ന് പറയുന്നത് ഒരു സർജറിയാണ്. റെസും തെറാപ്പി എന്ന ഇതൊരു പ്രൊസീജിയറാണ്, ഇതൊരു സർജറി അല്ല. പണ്ടുപോലെ ചെയ്യുന്നതാണ് പ്രോസ്റ്റേറ്റിന് പലതരം സർജറീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒരു പ്രൊസീജിയറാണ്. ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ സിസ്റ്റോസ്കോപ്പ് എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റിനകത്തോടെ നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. പ്രോസ്റ്റേറ്റ് മൂത്രനാളിക്കകത്തെ ഗ്രന്ഥിയാണ്. അപ്പോൾ മൂത്രനാളി കൂടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നതും മൂത്രനാളി കൂടാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ആ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി ഡെവലപ്പാക്കിയ സ്പെഷ്യൽ ഒരു ഡിവൈസുണ്ട്. ആ ഡിവൈസാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഡിവൈസാണ് ഇതാണ് ഡിവൈസ്. റെസൂമിൻ്റെ ഡിവൈസ് എന്ന് പറയുന്ന ഇതാണ്. ഇതിന് പ്രോബ് എന്നും പറയും. ഇത് ഒരു സിംഗിൾ യൂസ് ഡിവൈസാണ്. ഇത് നമ്മൾ സിസ്റ്റോസ്കോപ്പ് ഉപയോഗിച്ച് മൂത്രനാളിൽ കൂടെ ആണ് ഇത് യൂസ് ചെയ്യുന്നതും ഇതിൽ കൂടാണ് സ്റ്റീം ഡെലിവർ ആവുന്നത്. ഇതിനകത്ത് ഒരു ചെറിയ നീഡിലുണ്ട്. ആ നീഡിലാണ് പ്രോസ്റ്റേറ്റിനകത്തോട്ട് ഇഞ്ചക്ഷൻ പോലെ കൊടുത്തിട്ട് അതിൽ കൂടാണ് ഈ സ്റ്റീം പ്രോസ്റ്റേറ്റിനകത്തോട്ട് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഡിവൈസ് മാറ്റും. ഇത് മാറ്റിയിട്ട് നമ്മൾ മൂത്രനാളിയിൽ ഒരു കത്തീറ്റർ ഇടും, ഒരു ട്യൂബ്, മൂത്രം പോകാനൊരു ട്യൂബ്. ഇത്രയും സിമ്പിളാണ് ഈ പ്രൊസീജിയർ. റിസം തെറാപ്പിക്കായി ആശുപത്രിവാസം വേണ്ടി വരുമോ എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക. സാധാരണഗതിയിൽ എത്ര സമയമാണ് ഈ പ്രൊസീജിയറിന് എടുക്കുക? ഇത് ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റാണ് പ്രോസ്റ്റേറ്റിന് വേണ്ടി. ഇത് ശരിക്കും ഒരു ഡേ കേസ് പ്രൊസീജിയറാണ്. നമുക്ക് രാവിലെ വന്ന് കുറച്ച് ബേസിക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഈ പ്രൊസീജിയറിലേക്ക് പോകാം. എന്നിട്ട് വൈകുന്നേരം നമുക്ക് വേണ്ടി ഡിസ്ചാർജും ആവും. ആക്ച്വൽ ഒരു പ്രൊസീജിയർ ടൈം എന്ന് പറയുന്നത് ഒരു 15 തൊട്ട് 20 മിനിറ്റേ ഉള്ളൂ. പിന്നെ കുറച്ച് ഒബ്സർവേഷൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഡേ കേസായിട്ട് ചെയ്യാം. വൈകുന്നേരം വീട്ടിലും പോകുമ്പോൾ നമ്മളൊരു കത്തീറ്റർ ഇട്ടാണ് പേഷ്യൻറ്റിനെ വിടുന്നത്. മൂത്രനാളിലൊരു ട്യൂബ് കാണും. ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സർജറികൾ ചെയ്യുമ്പോൾ പലരും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് സെക്ഷൽ ലൈഫിനൊക്കെ അത് ബാധിക്കുമോ എന്ന തരത്തിൽ. റിസം തെറാപ്പിയിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട്സിന് സാധ്യതയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു സർജറി അല്ല, ഇതൊരു അഡ്വാൻസ് പ്രൊസീജിയറാണ്. പ്രോസ്റ്റേറ്റിനകത്തോട്ട് നമ്മൾ സ്റ്റീം തെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ്. ഞരമ്പുകൾക്കൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സർജറി ആയിട്ട് നോക്കുമ്പോൾ ഈ റെസം തെറാപ്പിക്ക് അങ്ങനത്തെ സെക്ഷൽ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. എല്ലാ പ്രായക്കാർക്കും മറ്റ് അസുഖങ്ങളുള്ളവർക്കൊക്കെ റിസം തെറാപ്പി അനുയോജ്യമാണ്. നമ്മൾ സാധാരണ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരു 45 വയസ്സ് തൊട്ട് ഉള്ള പുരുഷന്മാരിൽ കാണാറുണ്ട്. ഇവർക്കൊക്കെ മൂത്രാടസവും പ്രോസ്റ്റേറ്റ് ബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പം നമ്മൾ ഈ റെസം തെറാപ്പി അങ്ങനെ ഇന്ന പ്രായക്കാർക്ക് എന്നല്ല, ഒട്ടുമിക്ക എല്ലാ പ്രായക്കാർക്കും നമുക്ക് റെസ്യൂം തെറാപ്പി ചെയ്യാൻ പറ്റും. പ്രോസ്റ്റേറ്റിൻ്റെ സൈസ്, പ്രോസ്റ്റേറ്റിൻ്റെ ഷേപ്പ്, പേഷ്യൻറ്റിൻ്റെ സിംറ്റം ഇതെല്ലാം നമ്മൾ അസസ് ചെയ്തതിന് ശേഷമാണ് റെസ്യൂം തെറാപ്പി ആ പേഷ്യൻറ്റിന് തീരുമാനിക്കുന്നത്. പക്ഷേ മിക്ക പേഷ്യൻസിനും നമുക്ക് ഈ റെസ്യൂം തെറാപ്പി ചെയ്യാൻ പറ്റും. പിന്നുള്ളൊരു ചോദ്യമാണ് മറ്റ് മരുന്നുകൾ എടുക്കുമ്പോഴൊക്കെ റെസ്യൂം തെറാപ്പി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പം നമുക്ക് സ്ട്രോക്കിൻ്റെ മെഡിസിനോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മെഡിസിൻസ്, ഡയബറ്റീസിൻ്റെ മെഡിസിൻസ് ഇതൊക്കെ എടുക്കുന്നവർക്കും റെസ്യൂം തെറാപ്പി ചെയ്യാനായിട്ട് ഒരു കുഴപ്പമില്ല, റെസ്യൂം ചെയ്യാൻ പറ്റും. പ്രൊസീജിയറിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനായിട്ട് എത്ര സമയം എടുക്കാറുണ്ട്? അതുപോലെ തന്നെ ഫോളോ അപ്പുകൾ ആവശ്യമായിട്ട് വരുമോ? തുടർന്ന് മരുന്നുകളൊക്കെ കഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഡേ കേസ് പ്രൊസീജിയറാണ്. ഇത് കഴിഞ്ഞാൽ
നമുക്ക് മൂത്രനാളിയിൽ ഒരു ട്യൂബ് കാണും മൂത്രം പോകാനായിട്ട്, കത്തീറ്റർ എന്ന് പറയും. നമ്മൾ ഇത് വെച്ചിട്ടാണ് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഈ ഒരു ട്യൂബ്, മൂത്രം പോകാനായിട്ടുള്ള ട്യൂബ്, ഒരു 5 തൊട്ട് 7 ദിവസം വരെ നമ്മൾ ഉള്ളിൽ വെക്കും. എന്നിട്ട് 7 ദിവസം കഴിയുമ്പം ഇത് മാറ്റും. ഈ കത്തീറ്റർ വെക്കുന്ന സമയത്തും പേഷ്യൻറ്റിന് ബെഡ് റെസ്റ്റിനൊന്നും ആവശ്യമില്ല. പേഷ്യൻറ്റ് ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം, നടക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ പേഷ്യൻറ്റിനെ തിരിച്ച് വിളിപ്പിച്ചിട്ട് നമ്മൾ ഈ കത്തീറ്റർ റിമൂവ് ചെയ്തിട്ട് ആണ് പേഷ്യൻറ്റിനെ വിടുന്നത്. അപ്പോൾ മെഡിസിൻസ് പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മൾ കൊടുക്കും. മെഡിസിൻസ് നമ്മളൊരു 1 മന്ത് വരെ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഒരു 1 മന്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റീ അസസ്മെൻറ്റിന് വിളിപ്പിക്കും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് മെഡിസിൻസൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്. റിസം തെറാപ്പിയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചതിന് ഡോക്ടറിന് നന്ദി. താങ്ക് യു. പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ഇനി ജീവിതശൈലിയെ ബാധിക്കില്ല. വേദനയില്ലാതെ, ആശുപത്രിവാസമില്ലാതെ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ റിസം തെറാപ്പിയിലൂടെ സാധിക്കും.